ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ കോഴിക്കോട് അമ്മ ഹോട്ടലിലെ ആ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫിഷ് ഫ്രൈ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഒരു മീനിൻ്റെ കൂടെ കുറേ അതിൻ്റെ മസാലയൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ മീനിലേക്കുള്ള ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകമില്ലേ ആ ഒരു പെരുംജീരകം, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ ഇങ്ങനെ കുറേ പിടിച്ചിരിക്കില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് എരിവുള്ള ടൈപ്പ് മുളക് പൊടിയല്ല. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്, അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു മീനിലേക്ക് അത് പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ആദ്യം മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കഷ്ണം ടൈപ്പ് മീനൊന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് അയില, മത്തി അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു മീനിൻ്റെ പേര് നല്ല ടേസ്റ്റി ഉള്ളൊരു മീൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് ഈ അരപ്പുകളൊക്കെ ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മീനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആയിട്ടില്ല. കാരണം മീൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വെള്ളമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ഒരു മസാലയിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു നനവ് വരുമല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ മീനിലേക്കും ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കളറ് ചേർക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മസാലയൊക്കെ എല്ലാ മീനിലേക്കും നന്നായിട്ടൊന്ന് തേച്ചൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 15 മുതൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു മീനിലേക്കൊക്കെ അതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണ വേണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ മീനും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ പാനിന് പകരം നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത് നമ്മൾ കുറച്ചൊന്ന് തീയൊന്ന് കുറച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമ്മൾ കുറേശ്ശായിട്ട് എടുത്തിട്ട് ഈ മീനിൻ്റെ സൈഡിലേക്കൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു ഇത് കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് അമ്മ ഹോട്ടൽ റെസിപ്പിയിലെ ആ ഒരു മീനിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. കാരണം ആ ഒരു മീനിൽ പിടിച്ചതല്ലാതെ ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആ ഒരു എണ്ണയിലേക്ക് ഫുള്ളായിട്ട് വരും. പിന്നെ അതും ഇതിൻ്റെ കൂടെ വരുമല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തീ കൂട്ടരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ അരപ്പ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു വിധം ആ ഒരു സൈഡ് മീനായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ വലിയ ജീരകമൊക്കെ അരച്ചിട്ട് ഇങ്ങനെ എണ്ണയിലൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് തീ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഇപ്പോൾ എല്ലാ മീനും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് സമയം കൂടി വെക്കുമ്പോൾ മീനിൻ്റെ ആ ഒരു മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വരും. ഈ സമയത്ത് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ എണ്ണയിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മീനിന്. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ ആ ഒരു മറ്റേ സൈഡ് നന്നായിട്ടൊന്ന്
കുക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരപ്പൊക്കെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ ഓരോന്നായിട്ട് അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്ന് ചെറുതായിട്ടാവണമെങ്കിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ആദ്യം ഇതിൽ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കറിവേപ്പില മേലെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഓരോ മീനായിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അരപ്പും കൂടെ വരുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം കുറച്ച് മീനൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു അരപ്പും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ മീനും എടുക്കുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പ് കുറച്ചൊന്നും ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം ആ ഒരു പാനിന് നന്നായിട്ട് ചൂടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ അവസാനമാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു മീനൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള അമ്മ ഹോട്ടലിലെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു എണ്ണ കൂടുതലുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. കാരണം ആ ഒരു അരപ്പും കൂടെ ഒന്ന് ഫ്രൈ ആകുന്നതുകൊണ്ട് തന്നെ. എന്നാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.